നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. എന്തായാലും ഇന്നൊരു ചരിത്ര ദിനമാണ്. നാളത്തെ PSC ചോദ്യപേപ്പറിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ജയിലിൽ വച്ച്, തടവറയിൽ വച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ജനപ്രതിനിധിയായ നേതാവാര് അല്ലെ രാഷ്ട്രീയ ആ പ്രതിനിധി ആരാണ്? ആർ സുഗതൻ വാഴട്ടോണം കൗൺസിലറായിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതവിടെ നിൽക്കട്ടെ. അപ്പം പക്ഷെ ഇതൊരു BJP സംസ്ഥാന നേതൃത്വവും ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ജില്ലാ നേതാക്കളൊക്കെ പറയുന്നത് ഇതൊരു ചരിത്ര നേട്ടമാണ്. VV രാജേഷൊക്കെ പറയുന്നത് ചരിത്ര നേട്ടമാണ്. അല്ലെങ്കിൽ ആരും അറിയാത്തൊരു സുഗതനെ തണ്ടിലേറ്റി എന്ന് പറയുന്നത് ഞാനപ്പാനെ പറയുന്ന അതുണ്ടല്ലോ, 2-4 ദിനം കൊണ്ടൊരുത്തനെ മാളിക മുകളിലേറ്റിയതും പവാൻ. അത് CPM-ഉം കോൺഗ്രസും കൂടെ അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്തു. നമ്മുടെ BJPക്ക് ഈ സംസ്ഥാന തലത്തിലേക്ക് പുതിയ നേതാക്കൾ കടന്നു വരുന്നവരുടെ എണ്ണം കുറവാണ്. അത് ഏതാണ്ട് പരിഹരിക്കപ്പെടും. കാരണം CPM-ഉം കോൺഗ്രസും ആ കാര്യത്തിൽ ഇങ്ങനെയാണല്ലോ ഓരോരുത്തര് രാഷ്ട്രീയ നേതാക്കളാകുന്നത്. അണികൾ, നേതാവ് എന്ന് പറഞ്ഞാൽ നേതാവിന് അണികൾ ഉണ്ടാകണം. ഒരു കൂട്ടം ആൾക്കാർ ഒരാളെ നേതാവായിട്ട് അംഗീകരിക്കണം, വിശ്വസിക്കണം, പിന്തുണയ്ക്കണം. അപ്പോഴാണ് നേതാവ്. നമ്മുടെ ചീഫ് എഡിറ്റർ ശ്രീലാപിള്ള, ഭാരത് ലൈവിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീലാപിള്ള ഡൽഹിയിൽ നിന്നും ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് പോലും അറിയില്ലായിരുന്നു ഈ വാഴോട്ടുകുളം എന്ന വാർഡ് അവിടുത്തെ കൗൺസിലർ സുഗതനെ. അപ്പോൾ പക്ഷെ സുഗതൻ ഇപ്പോൾ കേരളം മൊത്തം അറിയും. ഒരുപക്ഷെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഗതനെ പറ്റി അറിഞ്ഞു കാണും. അപ്പോൾ അത് ഇടത് വലത് ശ്രമങ്ങളാണ്. ശ്രീലാൽ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു അത് തീർച്ചയായിട്ടും BJP കടപ്പെട്ടിരിക്കുകയാണ് അവരോട്. BJP ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പുതിയ ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരാൻ. പക്ഷേ CPM-ഉം കോൺഗ്രസും ഇടതും വലതും നിന്ന് BJP-യിലെ നേതാക്കളെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സുഗതൻ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാമെന്ന് കരുതി ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നു. അത് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ 1-2 വിഷയങ്ങളുണ്ട്. പക്ഷെ അതിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുകുമാരൻ നായർ BJP ഐക്യദാർഢ്യം. അതായത് സുകുമാരൻ നായർ എന്തോ ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും സുകുമാരൻ നായർക്കിട്ട് ഒരു പണി കൊടുത്തപ്പോൾ കൊണ്ടത് രാജീവ് ചന്ദ്രശേഖർക്കാണ്. അദ്ദേഹം അവിടുന്ന് വളരെ വ്യസനത്തോടെ അത് ഞങ്ങളില്ല, ഇതിൽ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, കേരള BJP ഘടകം NSSന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല, അല്ലെങ്കിൽ തന്നെ ആര് വിളിക്കുന്നു ചെന്ന് നോക്ക്, വെള്ളാപ്പള്ളിയുടെ അടുത്ത് ഇടപെടുമെന്ന് പറയുമോ? ഇല്ലല്ലോ. SNDP യോഗത്തിന്റെ ഒന്നിനും ഇടപെടാറില്ലല്ലോ. അതുപോലെ തന്നെ അതൊരു മതസംഘടനയാണ്, അല്ലെങ്കിൽ ഒരു സമുദായ സംഘടനയാണ്. അദ്ദേഹത്തിന്റെ വരികൾ വായിക്കുമ്പോൾ എന്തൊരു വിഷമമാണെന്നറിയോ? ഞങ്ങൾ ഐക്യദാർഢ്യമാണ്, സുകുമാരൻ നായർക്ക് ഞങ്ങളുമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, എന്തിനാണ് ഇങ്ങനെ വെള്ളം പൂച്ചുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ? അത് പോട്ടെ, സുഗതൻ എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്തു അല്ലേ? ഇപ്പൊ സുഗതന്റെ സത്യപ്രതിജ്ഞ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചരിത്രത്തിൽ ആദ്യം ഇതിനു മുമ്പ് കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ ഉത്തരവാണ്. കോടതി പറഞ്ഞിട്ടാണ് മേയർ VV രാജേഷും തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിയും ഇവിടുത്തെ ഈ കോർപ്പറേഷൻ സംവിധാനവും വിയ്യൂർ ജയിലിൽ ചെന്ന് സുഗതനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത്. കാരണം അത് കോടതിയുടെ നിർദ്ദേശമാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കൗൺസിലറിനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കോടതി ചോദിച്ചത് കാപ്പ കേസ് ചുമത്തിയത് എപ്പോഴാണ്? സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമല്ലേ? അതെ. അപ്പം ആണ് ഇലക്ഷന് ഈ ഇത്രയും കേസുകളുണ്ടെന്ന് ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുമ്പോൾ സുഗതൻ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സുഗതൻ അന്നേ അറിയിച്ചിരുന്നു. എന്നിട്ട് മത്സരിച്ച് ജയിച്ചതാണ്. കാപ്പ ചുമത്തി. അപ്പോൾ സുഗതൻ ഈ ഒരു പുനർസത്യപ്രതിജ്ഞയ്ക്ക് ഹൈക്കോടതി പറഞ്ഞ പ്രകാരം കോടതിയുടെ ഇടപെടൽ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ. നമ്മൾ ആരും കാണാം, ഈ BJP പോലും അത് വേണ്ട വിധത്തിൽ ആ വിഷയത്തെ കണ്ടെത്തി അത് ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ ചർച്ചയാക്കുന്നില്ല. ഇവിടെ രാജേഷ് ജി ചോദിച്ചതാണ് ശരി. സത്യവാങ്മൂലത്തിൽ ഈ സുഗതനെതിരെയുള്ള കേസുകളെല്ലാം സുഗതൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് കാപ്പ ചുമത്തിയിരുന്നോ? ഇല്ല. സുഗതൻ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞിട്ടാണോ കാപ്പ ചുമത്തിയത്? ജയിച്ചു കഴിഞ്ഞിട്ടാണ് കാപ്പ ചുമത്തിയത്. പക്ഷേ
സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് കാപ്പ ചുമത്തിയത്. അപ്പോൾ സുഗതൻ അടക്കമുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം, കൗൺസിലറായി പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് കാപ്പ ചുമത്തുന്നത്. 20 കൗൺസിലർമാർ പല പല ദൈവങ്ങളുടെ പേര് വിളിച്ചു. സത്യം, ഈ ദൈവങ്ങളുടെ പേര് പറയാൻ പാടില്ലേ? ശരി, നമ്മുടെ ഭരണഘടന പ്രകാരം ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ചെയ്യണം. അല്ല, ദൈവങ്ങളുടെ പേര് പറയുന്നതിലല്ല കുഴപ്പം രാജേഷ്. ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, അല്ല ഞാൻ പറഞ്ഞത് ഇവർ 20 പേര് ഇങ്ങനെ ചട്ടം തെറ്റിച്ച് 20 പേര് മാത്രമല്ല ചട്ടം അല്ലല്ല, പക്ഷെ അതില് ഹൈക്കോടതിയിൽ വിമർശനം ചട്ടം തെറ്റിച്ചത് ഇപ്പൊ ഇതനുസരിച്ച്, അതായത് ഇവിടുത്തെ നമ്മുടെ ഇടതു വലതു മുന്നണികളുടെ ബി ജെ പിയെയും അതിനകത്ത് ഉൾപ്പെടുത്തണം. BJPയുടെയും ദൃഷ്ടിയിൽ ചട്ടം തെറ്റിച്ചത് ഹിന്ദുക്കൾ മാത്രമാണ്. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ നാമത്തിൽ അതിൽ കോടതിയിൽ ഒരു വിധിയുണ്ട്. മധു പരിമല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു കേസിൽ 2006 കോടതി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് ഹൈക്കോടതിയിൽ ഒരു അല്ല അത് ഞാനത് ആ വിധിക്കെതിരെ അപ്പീൽ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പോകേണ്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ ആർക്കും ഇതിലൊന്നും താല്പര്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന ഇത് ഈ അള്ളാഹുവിന്റെ നാമത്തിലോ പരമശിവന്റെ നാമത്തിലോ ആരുടെ നാമത്തിൽ വേണമെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തോട്ടെ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ രാജ്യത്ത്, ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് വേണം ഒന്നുകിൽ ദൈവനാമത്തിൽ, അല്ലെങ്കിൽ ഈശ്വരനാമത്തിൽ, അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ. ഇങ്ങനെയാണ് ദൈവനാമം ഓർ ഈശ്വരനാമം ഓർ ദൃഢപ്രതിജ്ഞ, ഇതാണ് എടുക്കേണ്ടത്. ഇവിടെ സത്യത്തിൽ അത് പാലിക്കാതിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതാര് ചെയ്താലും, അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്താലും പരമേശ്വരൻ്റെ നാമത്തിൽ ചെയ്താലും പിന്നെ വിഷ്ണുവിൻ്റെ നാമത്തിൽ ചെയ്താലും പിന്നെ ആറ്റുകാലമ്മയുടെ നാമത്തിൽ ചെയ്താലും ഒക്കെ അത് യോജിക്കാൻ കഴിയുന്നതല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് 20 പേരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് SP ദീപക്കാണ് ഹൈക്കോടതിയിലേക്ക് പോയത്. അതിൽ പറഞ്ഞില്ല, അല്ല അവിടെ പറഞ്ഞില്ല, അവിടെ പറഞ്ഞില്ല സുഗതൻ ഇത്രയും കേസുണ്ട്, വലിയ കൊടും കുറ്റവാളിയാണ്. ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ സുഗതന് ചാർത്തി കൊടുക്കുന്ന ആ തുല്യതയെന്നും അതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ കേസ് എന്താണ്? സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ അവിടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ ഹർജിയിൽ. അതിനകത്ത് അല്ല സുഗതനെതിരെ ഇവര് പറഞ്ഞില്ല എന്നാണ് ഞാൻ പറയുന്നത്. അന്ന് ഇവർക്ക് ആരോപണമില്ല. അല്ല, അവർക്ക് അന്ന് ഇത് കുറച്ചൊന്ന് ആലോചിച്ച് ഈ കെണി ഒരുക്കണമല്ലോ. സത്യത്തിൽ SP ദീപക് പോയ അതിനകത്ത് അവിടെ തന്നെ വളരെ കൃത്യമാണ്. SP ദീപക് ഈ പറഞ്ഞ BJP കൗൺസിലർമാർക്കെതിരെ ഇത് ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ കൗൺസിലർ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? അള്ളാഹുവിന്റെ നാമത്തിൽ. അപ്പോൾ അത് അള്ളാഹു ദൈവമാണെന്ന് തന്നോടാര് പറഞ്ഞു? അത് അള്ളാഹു ദൈവമായിട്ട്, അപ്പൊ പിന്നെ പരമശിവൻ ദൈവമല്ലേ, വിഷ്ണു ദൈവമല്ലേ, ആറ്റുകാലമ്മ ദൈവമല്ലേ? ഹൈക്കോടതി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ആ നാമത്തിൽ. അതവിടെ നിൽക്കട്ടെ, ഹൈക്കോടതിയുടെ അംഗീകാരം അവിടെ നിൽക്കട്ടെ. ഞാൻ ആ വിധിയെ ചോദ്യം ചെയ്ത് അപ്പീൽ പോകണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇരിക്കട്ടെ, ഞാൻ അതിനെയല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അപ്പം ആറ്റുകാലമ്മയെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ അത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് മണ്ടന്മാരാണോ? എന്താ CPMന് ഈ കാര്യത്തിലുള്ള ഔദ്യോഗികമായ അഭിപ്രായം? അല്ല, CPMന് ദൈവം വേണ്ട. നിങ്ങൾ ദൈവത്തിന്റെ കാശ് അയ്യപ്പന്റെ സ്വർണം വേണം, നിരീശ്വരവാദികളാണ്. നടക്കാത്ത ആറ്റുകാൽ പൊങ്കാരയുടെ പേരിൽ പിന്നെ പിരിച്ച് മുട്ടടിച്ചവരല്ലേ? ഗുരുവായൂരിലെ കുന്നിക്കുരുവർ അടിച്ചുകൊണ്ട് 18 ചാക്ക് കുന്നിക്കുരുവാണ് ഇവര് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അല്ല, ഞാൻ ചോദിക്കണം, അതെല്ലാം ചെയ്യുന്ന CPMന് ഈ അള്ളാഹു ദൈവമാണ് എന്ന അഭിപ്രായമുണ്ട്. നമ്മൾ അംഗീകരിച്ചു, നമുക്ക് എതിർപ്പൊന്നുമില്ല. ഇപ്പുറത്ത് നിങ്ങളെന്താ ആറ്റുകാലമ്മ അപ്പം ദൈവമല്ലേ, ശ്രീപത്മനാഭൻ ദൈവമല്ലേ? എന്താ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. CPMന് ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് മറുപടി? നിങ്ങൾ ഗണപതി മിത്താണെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ പറയൂ. ശ്രീപത്മനാഭൻ ശ്രീപത്മനാഭൻ ദൈവമല്ല, ആറ്റുകാലമ്മ ദൈവമല്ല, അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് നിങ്ങൾ പറയണം. CPM ഔദ്യോഗികമായി പറയണം. ഞങ്ങൾ ദൃഢപ്രതിജ്ഞ എടുക്കും, മുസ്ലിം ലീഗുകാർ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും, ബാക്കിയുള്ള ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് നിങ്ങൾ തുറന്നു പറയണം. വോട്ട് പോവും. അല്ല, സത്യത്തിൽ ഇപ്പോൾ അതല്ലേ സംഭവിച്ചത്. അവർ പറയാതെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കേസ് കൊടുത്ത് BJP കൗൺസിലർമാരെ ഇങ്ങനെ കുരുക്കിയപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? നിന്നെ ഒന്നും ഞങ്ങൾ ഒട്ടും വില വെക്കണില്ല. അല്ല, വോട്ട് വേണം. നായാടി വരെയുള്ളവർ വോട്ട് വേണം. ഈ പേര് പറഞ്ഞ് ഓരോരോ ജാതിയും പറഞ്ഞ് ഹിന്ദു എന്ന് പറയുന്നത് വഴി കിടക്കുന്ന ചെണ്ടയാണ്. ആർക്കും എടുത്ത് കൊട്ടാം, ഏത് CPMകാരനും അതിനെ എടുത്ത് കൊട്ടാം.
അതിനകത്ത് ഒരു പ്രശ്നമില്ല. ഇതാണ് ഈ സംഭവത്തിൽ തെളിയുന്നത്. ഇരിക്കട്ടെ, നമുക്ക് സുഗതൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സുഗതൻ അത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് സുഗതനെ നിങ്ങൾ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് ന്യായമോ അന്യായമോ അത് രണ്ടാമത്തെ വിഷയം. ഇപ്പോൾ സുഗതൻ കൗൺസിലറാണ്, ജനപ്രതിനിധിയാണ്. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് സുഗതന്റെ കാപ്പ കേസ് വിചാരണ അത് നടക്കുകയാണല്ലോ. ജാമ്യത്തിന് എന്തായാലും കോടതി പോകും. ഇതേ UDF ഇതേ ശബരിനാഥന്റെ UDF സർക്കാരാണ്, സർക്കാരിന്റെ അഭിഭാഷകനാണ് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സുഗതന് ജാമ്യം കൊടുത്തില്ലെങ്കിലും സത്യപ്രതിജ്ഞ കോടതിക്കുള്ളിൽ നടത്താം, അതിനുള്ള സംവിധാനമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. അവരുടെ ഔദാര്യമല്ല, അവരങ്ങോട്ട് അറിയിച്ചു. അല്ല, അത് സർക്കാരിന്റെ ഔദാര്യമല്ല, അത് നിയമപ്രകാരം നടക്കേണ്ട കാര്യമാണ്. അതിന് ഈ പറഞ്ഞ UDF സർക്കാരിന്റെ വക്കീലൊന്നും അവിടെ അതിനെ എതിർത്താലൊന്നും അത് നിൽക്കില്ല. അതുകൊണ്ട് അവിടെ എതിർത്ത നാണം കെടാൻ പോയില്ല. അത് നടക്കട്ടെ, നിയമപ്രകാരമുള്ള കാര്യമാണല്ലോ, നടക്കട്ടെ. കോടതി പറഞ്ഞത് കൃത്യമായിട്ടും എല്ലാം സുരക്ഷ ഉറപ്പുവരുത്തണം, സത്യപ്രതിജ്ഞ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം, മാധ്യമ പ്രവർത്തകർക്ക് അവിടെ പ്രവേശനം കൊടുക്കണം. അതെ, അംഗീകാരമുള്ള, രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് തന്നെ അത് സംപ്രേഷണം ചെയ്യാനുള്ള അനുമതി ഉൾപ്പെടെയാണ് കോടതി കൊടുത്തിരിക്കുന്നത്. കാരണം അത് നമുക്കറിയാലോ, പണ്ട് നമ്മൾ കോടതിക്കകത്ത് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ, ചേംബറിലെ അടുത്ത് നിന്നാണ് വിധി കേൾക്കുന്നത്. പത്രക്കാർക്ക് അതിനുള്ള സൗകര്യം പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ വക്കീലന്മാരും മാധ്യമപ്രവർത്തകരും തമ്മിൽ, അത് ഈ പിണറായി ഭരിക്കാൻ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം. പോട്ടെ, ഞാൻ എങ്കിലും നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മള് അന്നും പോയിട്ടുണ്ട്, ഈ അടി നടന്നപ്പോഴും പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. നമ്മളെ ഒന്നും കോടതിക്കകത്ത് വെച്ച് ആരും അടിക്കാറില്ല, അതിന്റെ ആവശ്യവും. മാധ്യമപ്രവർത്തകന് ആവശ്യം വേണ്ടത് ഒരു സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ എന്റെ വിവരങ്ങളാണ്. അല്ലാതെ അവിടെ പോയി ഞാൻ മറ്റവനാണ്, എനിക്ക് പ്രിവിലേജ് ഉണ്ടെന്നൊക്കെ പറ്റുന്ന ഒരു കാര്യമില്ല. അവിടെ ചെല്ലുക, സ്വന്തം ജോലി നോക്കുക, തിരിച്ചു വരിക. അങ്ങനെയാണ് നമ്മൾ എവിടെയൊക്കെ കയറി ചെല്ലാൻ പാടില്ലാത്ത എവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനകത്തൊക്കെ മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ നമ്മൾ എവിടെയൊക്കെ കയറി പോയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ലക്ഷ്യം വാർത്ത എടുക്കുകയാണെങ്കിൽ പോയി മര്യാദയ്ക്ക് എടുക്കുക, അവിടെ ചെന്ന് ഷോ ആണ്. അവിടെ ചെന്ന് ഞാൻ മറ്റവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം മറ്റൊരു കാര്യം കൂടി, ഈ സുഗതന്റെ കേസിൽ ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ചും ശബരിനാഥൻ പറയുന്നത് ആയിട്ട് വാർത്തകൾ വരുന്നത് ഭയങ്കര നാണക്കേടാണ്. ഇന്നൊരു കൊക്ക് നഗരസഭ മുമ്പിൽ കൂടെ തലയിൽ മുണ്ടിട്ട് പോകുന്നതാണ്. തലയിൽ മുണ്ടിട്ട് നഗരസഭ, തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരെല്ലാം തലയിൽ മുണ്ടിട്ട്. ഈ സത്യപ്രതിജ്ഞ ഒരു നടന്ന എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞ നടക്കില്ല. ആ കൊക്ക് മരിച്ചു, ആത്മഹത്യ ചെയ്തെന്ന് തോന്നുന്നു. അല്ല, എനിക്ക് തോന്നണേ ഈ ശബരിനാഥിനൊക്കെ ഇത് പറയാൻ വാസ്തവത്തിൽ രാജേഷ് ജി ഒന്ന് ആലോചിച്ച് നോക്കൂ. കൗൺസിലറായിരുന്ന ആള് മത്സരിച്ച് MLA ആകുന്നു, കൗൺസിലറായിരുന്ന ആള് പിന്നീട് മത്സരിച്ച് MP ആകുന്നു, മന്ത്രിയാകുന്നു. ഇതൊക്കെ നമുക്ക് കേട്ടുകേൾവിയുണ്ട്. സ്റ്റാലിൻ എങ്ങനെയായിരുന്നു? ചെന്നൈ കൗൺസിലറായിരുന്നു, ചെന്നൈ കൗൺസിലറായിട്ട് സ്റ്റാലിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്റ്റാലിൻ എന്നിട്ട് അവിടുത്തെ മേയറായി, എന്നിട്ടാണ് സ്റ്റാലിൻ പിന്നെ MLA ആകുന്നത്, MLA ആയിട്ട് പിന്നെ മന്ത്രിയാകുന്നത്. അതെ, ഇരിക്കട്ടെ, നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു MLA ആയിരുന്ന ആള് തിരിച്ചു വന്ന് കൗൺസിലറായപ്പോൾ അവിടെ തലയെ മുണ്ടിട്ടൊന്നും നടക്കണം. അതങ്ങനെയാണ്. ജോലി വേണ്ടേ, രാവിലെ മുതൽ വൈകിട്ട് വരെ കയറിയാൽ. അല്ല, അത് ഈ ശബരിനാഥൻ ഒരിക്കലും ഒരു സമരത്തിന് വേണ്ടി പോയിട്ടില്ല, ഒരിക്കലും ജയിലിൽ കിടന്നിട്ടില്ല, പോലീസിന്റെ അടി കൊണ്ടിട്ടില്ല. KSUവിന്റെ ഒരു സമരത്തിലും KSUവിലേ ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസിലെ അരുവിക്കര വാർഡിൽ അച്ഛൻ മരിച്ചപ്പോൾ ആ സഹതാപം മുതലെടുക്കാൻ പാർട്ടി ഒരു ടിക്കറ്റ് കൊടുത്തു. അത് കെട്ടിയിറക്കിയത് ആരാണ്? രമേശ് ചെന്നിത്തലയാണ് സത്യത്തിൽ. കാരണം രമേശ് ചെന്നിത്തല, G. കാർത്തികേയൻ, ഷാനവാസ്, ഈ 3 പേരും ഒറ്റക്കെട്ട, ഇവർ ത്രിമൂർത്തികളായിരുന്നു. ഈ 3 പേരും ലീഡർ K. കരുണാകരൻ്റെ ശിഷ്യരായിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ആ 3 പേരും തമ്മിൽ ഇവരാണല്ലോ തിരുത്തൽവാദികൾ എന്ന് പറഞ്ഞ് പിന്നീട് K. കരുണാകരനെതിരെ തിരിഞ്ഞത്. ആ തിരുത്തൽവാദികളിൽ ഒരാളായ രമേശ് ചെന്നിത്തല ഒപ്പമുണ്ടായിരുന്ന G. കാർത്തികേയൻ മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് കാണിച്ച സ്നേഹം, അങ്ങനെ ആ സഹതാപം മുതലെടുക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ആ വോട്ടെടുപ്പ് ദിവസം പോലും അരുവിക്കരയിൽ G. കാർത്തികേയൻ്റെ ഫോട്ടോ വെച്ച് ബൂത്തിൻ്റെ മുമ്പിൽ, വോട്ടെടുപ്പ് നടക്കുന്ന ബൂത്തുകൾക്ക് മുന്നിൽ G. കാർത്തികേയൻ്റെ പടം വെച്ചൊരു വിളക്കും കൊളുത്തി വെച്ച്, ശാമ്പ്രാണിത്തിരിയും കത്തിച്ച് വെച്ച്, മാലയൊക്കെ ഇട്ട് G. കാർത്തികേയൻ്റെ പടം വെച്ചാണ് ശബരിനാഥൻ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് കടന്നു വരുന്നത്. അതെ, അങ്ങനെ വന്ന ഒരാളാണ് പറയുന്നത് ഇന്ന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ദിവസമാണ്.
നോക്കൂ, രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഹൈക്കോടതിയുടെ നടപടിയാണ് ചോദ്യം ചെയ്തത്. ഹൈക്കോടതിയുടെ സത്യത്തിൽ ഹൈക്കോടതിയുടെ നടപടിയാണ്. കോടതി ലക്ഷ്യമാണ്. അതിനകത്ത് മനസ്സിലാക്കേണ്ട, കോടതി പറഞ്ഞത് നിയമപ്രകാരമുള്ള ഒരു കാര്യം നടക്കണം. അപ്പോൾ സുഗതൻ ജയിലിലാണ്. ജയിലിൽ എന്തുകൊണ്ട് അടച്ചു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ഇതാണ് ഇതിന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. കാപ്പ ചുമത്തിയത് ഹൈക്കോടതി അല്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയ കാപ്പ അഡ്വൈസറി ബോർഡാണ് സുഗതിന് കാപ്പ അടിച്ചു കൊടുത്തത് അല്ലേ? അല്ല, അത് ഹൈക്കോടതിയിൽ സുഗതൻ ചോദ്യം ചെയ്തോളൂ. എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് 4ഓളം ഇതുപോലെ അനധികൃതമായി അനാവശ്യമായി കൊണ്ടുവന്ന കാപ്പ കേസുകളിൽ പ്രതിയാക്കി അകത്തിടണമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന എറണാകുളം പോലീസിന്റെ അപേക്ഷയിലെടുത്ത് ചവിട്ടൂട്ടെ കളഞ്ഞു. ആ സ്ഥാനത്താണ് ഇവിടെ ഒരു കൗൺസിലർ, ജനപ്രതിനിധിയെ കാപ്പ ചുമത്തി. എന്തിനാണ്? VV രാജേഷിന്റെ ഭരണം അട്ടിമറിക്കാനാണ്. അത് വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന അതിന്റെ പുറകിലുണ്ട്. ബുദ്ധിയുള്ള ഒരു അഡ്വക്കേറ്റ് BJPക്ക് ഉണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ബുദ്ധിയുള്ള അഡ്വക്കേറ്റുമാരില്ലാത്തതല്ല. BJPയുടെ നേതൃത്വം ഈ കാര്യത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞു. ചില അഡ്വക്കേറ്റുമാർ തന്നെ ഭരണം BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുമ്പോഴേ ഞാൻ കഴിഞ്ഞ് വേറെ വക്കീൽ മള്ളൂരുണ്ടായിരുന്നെങ്കിലും പറഞ്ഞേ, എന്ത് മള്ളൂർ, ഞാനല്ലേ അഡ്വക്കേറ്റ്. അതെ, അതാണ് ഇപ്പോഴത്തെ കേട്ടെ. അപ്പോൾ സുഗതന്റെ സത്യപ്രതിജ്ഞ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. VV രാജേഷും മാധ്യമങ്ങളോട് മേയർ പറയുകയും ചെയ്തു, ഹൈക്കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ അനുസരിച്ചു. തീർച്ചയായും. ഇനി ഈ സുഗതന് അയോഗ്യത, അതായത് ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകന് തീരെ സഹിക്കുന്നില്ല. ആരാണെന്ന് ഞാൻ കണ്ടില്ല. ചോദ്യം വരുന്നുണ്ട്, ഇത് നാണക്കേടല്ലേ എന്ന്. അപ്പോൾ അത് നാണക്കേടാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയില്ല എന്നാണ് രാജേഷിന്റെ മറുപടി. ഹൈക്കോടതിക്ക് തോന്നണമല്ലോ ഇത് നാണക്കേടാണോ അല്ലോ. ഹൈക്കോടതി നിർദ്ദേശമാണ് ഞങ്ങൾ അനുസരിച്ചത്. അപ്പോൾ നിങ്ങൾ കോടതിയുടെ നടപടിയും കോടതിയുടെ ഉത്തരവും ഒക്കെ നാണം കെട്ടതാണെന്നാണോ നിങ്ങൾ പറയുന്നതെന്നുള്ള ഒരു ധ്വനി രാജേഷിന്റെ ഉത്തരത്തിലുണ്ട്. വളരെ നന്നായി. ഇത് ഈ ചൊറിച്ചിൽ ആർക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്തത് രാജേഷ് പറഞ്ഞത് അയോഗ്യതയുടെ പ്രശ്നം. അത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഈ 101 കൗൺസിലർമാരിൽ ആരും അയോഗ്യരാകത്തില്ല. മേയർ 101 കൗൺസിലർമാരുടെയും മേയറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൗൺസിലിലെ ഒരു കൗൺസിലറും അയോഗ്യനാകാതെ നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. ഞാനത് നോക്കിക്കൊള്ളാം. ശബരിനാഥ് വെല്ലുവിളിച്ചിട്ടുണ്ട് കൗൺസിലിൽ കാണാമെന്ന്. കൗൺസിൽ എന്ത് കാണാനാണ്? പുതിയ ചൂടുവെള്ളം, ഇനി ചൂടുവെള്ളമാണോ, ചുക്കുകാപ്പി വെള്ളമാണോ ഒഴിക്കുന്നത്? ഈ 19ഉം 29 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 സ്വതന്ത്രന്മാരവിടെ ഉണ്ട്. ഒരു സ്വതന്ത്രൻ BJPയെ പിന്തുണയ്ക്കുന്നു, ഒരു സ്വതന്ത്രൻ ആരെയും പിന്തുണയ്ക്കുന്നില്ല, സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു. ആ സ്വതന്ത്രൻ്റെ പിന്തുണ, കോൺഗ്രസ്സുകാരനായിരുന്നയാൾ കോൺഗ്രസ് വിമതനായിട്ട് മത്സരിച്ച് ജയിച്ചിട്ട് ആ ആളിനെ കൂടെ നിർത്താൻ CPMനും പറ്റുന്നില്ല, കോൺഗ്രസിനും പറ്റുന്നില്ല, UDFനും പറ്റുന്നില്ല. അയാളിപ്പോഴും സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അയാൾ നാളെ BJPയുടെ കൂടെ ചേർന്നാലുള്ള ആരോപണം BJP ചാക്കിട്ട് പിടിച്ചു എന്നായിരിക്കും. അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, അതൊക്കെ രാഷ്ട്രീയമാണ്. പിന്നെയുള്ള നമ്മുടെ പാറ്റൂർ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ BJPക്ക് ഒപ്പമാണല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. രാധാകൃഷ്ണനാണെങ്കിൽ ഓരോ ആഴ്ചയും ഓരോ പദ്ധതിയാണ് അദ്ദേഹത്തിന്റെ ആ പാറ്റൂർ വാർഡിന് വേണ്ടി. അതായത് ആ വാർഡ് മൊത്തം CCTV വെച്ചു. പിന്നെ അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം, പിന്നെ അവർക്ക് വേണ്ട എന്താണോ ഒരു മാതൃകാ വാർഡാക്കി അതിനെ മാറ്റുക എന്നുള്ള ഒരു മോഡൽ വാർഡ്, അത് തന്നെയാണ് പുള്ളിയുടെ ലക്ഷ്യം. അപ്പം പിന്നെ അദ്ദേഹം ഈ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അത് കളഞ്ഞിട്ട് പോകുമോ? അതായത് രാധാകൃഷ്ണൻ നേട്ടം ഉണ്ടാക്കാനല്ല, ആ പാറ്റൂർ വാർഡ് രാധാകൃഷ്ണന് വേണം. പാറ്റൂർ വാർഡ് രാധാകൃഷ്ണന് വേണമെന്ന് മാത്രമല്ല, രാധാകൃഷ്ണൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുന്നു. കൃത്യമായ രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിനുണ്ട്. രാധാകൃഷ്ണൻ വളരെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ, രാഷ്ട്രീയം നന്നായിട്ട് അഭ്യസിച്ചിട്ടുള്ള ആൾ തന്നെ. ആ അഭ്യാസം നന്നായിട്ട് കാഴ്ചവെക്കാനും അറിയാം. അതുകൊണ്ട് രാധാകൃഷ്ണന്റെ കാര്യം നോക്കി മുന്നോട്ട് പൊക്കോളും. രാധാകൃഷ്ണൻ ഇപ്പോൾ BJPക്ക് ഒപ്പം. രാധാകൃഷ്ണനെയൊക്കെ അട്ടിമറിച്ച് കൊണ്ടുവന്ന് അവിടെ അങ്ങ് നഗരസഭയിൽ എന്തെങ്കിലും അങ്ങ് മാറ്റി മലമറിക്കാം എന്ന് കരുതുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അതിൻ്റേതായ നേട്ടമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സുഗതൻ്റെ സത്യപ്രതിജ്ഞ വളരെ മനോഹരമായി കഴിഞ്ഞു. ഹൈക്കോടതി ഉത്തരവ് അക്ഷരം പ്രതി പാലിക്കപ്പെട്ടു. അതിൽ വിയൂർ ജയിലധികൃതർക്കും അതിന് സാഹചര്യം ഒരുക്കിയ അവിടുത്തെ ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ ഇവിടുന്ന് പോയി മേയറും നഗരസഭാ സെക്രട്ടറിയും മറ്റുമൊക്കെ ചേർന്ന് അത് ഭംഗിയായിട്ട് നടത്തി. സത്യത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്.